But കർത്താവിന് walking in the will of God does not mean there is no problem in the dictionary. ഡിക്ഷണറിയിൽ പ്രയാസങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, ക്ഷീണങ്ങളുണ്ടാകും. പക്ഷെ നടുവിൽ കർത്താവിനോട് കൺസിസ്റ്റന്റായി ഇടവിടാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നിന്റെ ഉള്ളിൽ ശബ്ദം വരും, കർത്താവേ ലോകത്തിനായി സ്തോത്രം, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനായി സ്തോത്രം, കർത്താവേ എനിക്ക് ഇന്നത് കിട്ടിയനായി സ്തോത്രം, എനിക്ക് കിട്ടാനായി സ്തോത്രം, കർത്താവേ എല്ലാത്തിനും സ്തോത്രം. അങ്ങനെ ഒരു ക്രിസ്ത്യൻ ജീവിതം ഞാൻ പറയുന്നു ഈസി അല്ല. പക്ഷെ ശ്രമിക്കണം. അങ്ങനെ ഒരു ക്രിസ്ത്യൻ ജീവിതം ജീവിച്ചാൽ നമുക്ക് കർത്താവിൽ ക്രിസ്തുയേശുവിൽ കൂടെ കർത്താവ് ദൈവത്തിൽ ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ കർത്താവ് യേശുവിന്റെ ബലം പോലും നമ്മുടെ ആത്മാവിനെ നമ്മൾ ഗ്രഹിക്കുകയും നിഷ്കളങ്കനോട് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മൾ നിർത്തും. അങ്ങനെ നിർത്തുമെന്ന് എന്താ ഉറപ്പ്? വായിച്ചോ, നമ്മളെ വിളിച്ചവൻ എല്ലാവരും ഉറക്കെന്ന് പറയാം. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. The one who called me is faithful. വായിച്ചോ, അവൻ തന്നെ അത് നിർവഹിക്കും. എന്തോ നിർവഹിക്കും? പിതാവിനുള്ള നമുക്കുള്ള ഹിതം ഫുൾഫിൽ ചെയ്യും. എപ്പോഴും സന്തോഷിപ്പിക്കും, ഇടവിടാതെ പ്രാർത്ഥിപ്പിക്കും, എല്ലാത്തിനും സ്തോത്രം ചെയ്യും. കാരണം അതല്ലോ കർത്താവിൽ യേശുക്രിസ്തുവിൽ നമുക്കുള്ള ഹിതം. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ വേണ്ടി ആ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ ഇനി അടുത്ത 11 മാസം ആരുടെയും ജീവിതത്തിൽ ഒരു പ്രയാസം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത് തിരുവചനത്തിലുള്ളതല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പ്രയാസം വരും, ക്ഷീണം വരും, രോഗം വരും. എങ്കിലും നമ്മളെ വിളിച്ചവൻ വിശ്വസ്തൻ, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തൻ, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തൻ, നമ്മളെ കൂടെ ഉള്ളവൻ വിശ്വസ്തൻ.